അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ റസൽമേനിയ 41 എത്തിച്ചേരാനായിരിക്കുകയാണ്. 41ാമത്തെ റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ട് WWE ഒരുപാട് മാച്ചുകളെല്ലാം തന്നെ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മാച്ചുകളാണ് കൺഫേം ചെയ്ത് വെച്ചത് എന്നുള്ളതും ആ മാച്ചുകളിൽ ആരൊക്കെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജോൺ സീനയുടെയും റോമൻ റീൻസിൻ്റെയും അങ്ങനെ ഒരുപാട് പേരുടെ മാച്ചുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ മാച്ചുകളിലെല്ലാം തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ള എൻ്റെ ചെറിയ പ്രൊഡിക്ഷനാണ് ഈ വീഡിയോയിലുള്ളത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഇന്നത്തെ ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഏറ്റവും കൂടുതൽ റസൽമേനിയ 41 കാത്തിരിക്കുന്നത് ഏത് മാച്ചിനാണ് എന്നുള്ളതും ആ മാച്ചിൽ ആരായിരിക്കും വിജയിക്കുക എന്നാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നുള്ളതും കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ റസൽമേനിയ 41 എന്നാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏപ്രിൽ 20-ാം തീയതിയും ഏപ്രിൽ 21-ാം തീയതിയും രാവിലെ 4:30 മുതലായിരിക്കും നമുക്ക് ലൈവായിട്ട് റസൽമേനിയ കാണാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇനി നിങ്ങളുടെ കയ്യിൽ നെറ്റ്ഫ്ലിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷോ കഴിഞ്ഞതിന് ശേഷം മുഴുവൻ ഷോയും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ്. വാർ റൈഡേഴ്സ് വേഴ്സസ് ന്യൂ ഡേ തമ്മിലുള്ള മാച്ചാണ്. ഇപ്പോഴത്തെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടിരിക്കുന്നത് വാർ റൈഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ വിജയിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും ബിഗിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള ഒരു ചാൻസും ആ ഒരു മാച്ചിൽ ബിഗി വന്നുകൊണ്ട് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ന്യൂ ഡേ ടീമിനെ തോൽപ്പിക്കാനുള്ള ഒരു ചാൻസുമാണ് ഞാൻ കാണുന്നത്. അടുത്ത മാച്ച് US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ്. LA നൈറ്റ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള മാച്ച്. ഇതിൽ രണ്ടുപേരും നല്ല കിടിലനാണ്. പക്ഷേ WWE ഇപ്പോൾ LA നൈറ്റിനെ ഒഴിവാക്കിയതുപോലെയാണ്. LA നൈറ്റിനെ വലിയ പുഷൊന്നും തന്നെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഞാൻ കാണുന്നത് ജേക്കബ് ഫാറ്റുവിനായിരിക്കും. ജേക്കബ് ഫാറ്റു നല്ല കിടിലൻ പെർഫോമൻസ് തന്നെ ആ ഒരു മാച്ചിൽ കാഴ്ചവെക്കുമെന്നുള്ളതും ഇവർ തമ്മിലുള്ള ഒരു അസാധ്യ മാച്ച് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതും ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ജേക്കബ് ഫാറ്റു LA നൈറ്റിനെ തോൽപ്പിക്കുമെന്നുള്ളതുമാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അടുത്ത മാച്ച് ജെയ്ഡ് കാർഗിൽ വേഴ്സസ് നവോമി തമ്മിലുള്ള മാച്ചാണ്. ഈ ഒരു മാച്ചിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് നവോമിയാണ്. പിന്നീടുള്ളത് റൈ മിസ്റ്റീരിയോ വേഴ്സസ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ തമ്മിലുള്ള മാച്ച്. അതായത് നമ്മുടെ ചാഡ് ഗേബിൾ തമ്മിലുള്ള മാച്ച്. മുഖംമൂടി ഇട്ട് കഴിഞ്ഞാൽ ചാഡ് ഗേബിളിനെ ആരും മനസ്സിലാക്കില്ല എന്നുള്ളതാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റോറി ലൈൻ. എന്തായാലും ആ ഒരു മാച്ചിൽ ചാഡ് ഗേബിളിനെ തോൽപ്പിച്ചുകൊണ്ട് റൈ മിസ്റ്റീരിയോ തന്നെ വിജയിക്കുമെന്നുള്ളതും വിജയിച്ചതിന് ശേഷം എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ മുഖംമൂടി അഴിച്ചുകൊണ്ട് ഇത് ചാഡ് ഗേബിൾ ആണ് എന്നുള്ളത് കാണികൾക്ക് മുമ്പിൽ റൈ മിസ്റ്റീരിയോ തെളിയിക്കുമെന്നുള്ളതുമാണ് എൻ്റെ പ്രൊഡിക്ഷൻ. പിന്നീടുള്ള മാച്ച് WWE വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടിഫനി സ്ട്രാറ്റൺ വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ തമ്മിലുള്ള മാച്ച്. ഈ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാച്ചിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളത് ഷാർലറ്റ് ഫ്ലെയറിന് തന്നെയാണ്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ ടിഫനി സ്ട്രാറ്റൺ വിജയിക്കുമെന്ന് തന്നെയാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ WWE ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന മാച്ച് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ജെ ഉസോ വേഴ്സസ് ഗുന്തർ. മെയിൻ ഇവന്റ് ജെ ഉസോ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച്. പക്ഷേ ജെ ഉസോക്ക് മെയിൻ ഇവന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ജെ ഉസോയെ മെയിൻ ഇവന്റിൽ നിന്നും മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വലിയൊരു ഹൈപ്പൊന്നും തന്നെ കണ്ടിട്ടില്ല. എല്ലാ ആഴ്ചയിലും ഗുന്തറിന് വരുന്നു, ജെ ഉസോ അറ്റാക്ക് ചെയ്യുന്നു, ഗുന്തർ ജെ ഉസോയെ പഞ്ഞിക്കിടുന്നു, അവിടെ നിന്നും പോകുന്നു. ഈ പരിപാടി മാത്രമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത് ജിമ്മി ഉസോയെ ഗുന്തർ അറ്റാക്ക് ചെയ്തത് മുതലായിരുന്നു. എന്തായാലും ഈ ഒരു മാച്ചിൽ ജെ ഉസോ തന്നെ വിജയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഈറ്റ് മൊമെൻറ്റ് റസൽമേനിയയിൽ ഉണ്ടാക്കുമെന്നുള്ളതും ഫാൻസിന് മുഴുവൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊമെൻറ്റ് കൊടുക്കുമെന്നുള്ളതും തന്നെയാണ്. പിന്നീടുള്ള മാച്ച് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ലൈറ വാൽക്കേറിയ ആൻഡ് ബെയ്ലി വേഴ്സസ് ലിവ് മോർഗൻ ആൻഡ് റാക്കൽ റോഡ്രിഗസ് തമ്മിലുള്ള ഒരു മാച്ചായിരിക്കും. അതിൽ ലിവ് മോർഗനും റാക്കൽ റോഡ്രിഗസും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രൊഡിക്ഷൻ. പിന്നീടുള്ളത് ഏജ് സ്റ്റൈൽസ് വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള ഒരു മാച്ചാണ്. ഇവർ തമ്മിൽ വലിയൊരു സ്റ്റോറി ലൈൻ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവർ തമ്മിൽ നല്ല കിഡിലൻ മാച്ച് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ലോഗൻ പോളിനെ ആശിച്ച് മോഹിച്ച് ഒരു മാച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തൻ്റെ 100% ഇടാൻ വേണ്ടിയിട്ട് ഏത് വിധേനയും ലോഗൻ പോൾ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ മാച്ചും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഹൈ ഫ്ലൈയിങ് മൂവുകളും നമുക്ക് ഈ മാച്ചിലൂടെ കാണാൻ സാധിക്കുമെന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു മാച്ചിൽ ലോഗൻ പോൾ വിജയിക്കാനും സാധ്യതയുണ്ട്. പിന്നീടുള്ള മാച്ച് ഫറ്റൽ 4-way മാച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ബ്രോൺ ബ്രേക്കർ വേഴ്സസ് പെൻഡ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള മാച്ചാണ്. ഇതിൽ ഡൊമിനിക് മിസ്റ്റീരിയോയും ഫിൻ ബാലറും രണ്ടുപേരും ജഡ്ജ്മെന്റ് ഡേയിലെ മെമ്പേഴ്സ് ആണല്ലോ. അതുകൊണ്ട് അവർ രണ്ടുപേരും മത്സരിക്കില്ല, അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യില്ല എന്ന് തന്നെയായിരിക്കും എല്ലാവരും വിചാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഈ ഒരു മാച്ചിലെ ഏറ്റവും അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോ ബ്രോൺ ബ്രേക്കറെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫിൻ ബാലർ ഇന്റർഫിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫിൻ ബാലർ ബ്രോൺ ബ്രേക്കറെയോ പെൻഡയെയോ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ ഇന്റർഫിയർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ചീറ്റ് ചെയ്ത് ഡൊമിനിക് മിസ്റ്റീരിയോ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിസ്റ്റീരിയോ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായി മാറും. ഇതുവരെ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഡേർട്ടി ഡോമിനെ ഒരു ചാമ്പ്യൻഷിപ്പ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നതിലൂടെ ഫിൻ ബാലർ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള ഫ്യൂഡും അവിടെ നമുക്ക് സ്റ്റാർട്ട്
ഉണ്ടാകുന്നതാണ്. പിന്നീടുള്ള മാച്ച് സിൻ സിറ്റി സ്ട്രീറ്റ് ഫൈറ്റ് ആണ്. ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള മാച്ച്. റസൽമേനിയ 40 ഡ്രൂ മെക്കിൻഡറിന്റെ കയ്യിൽ നിന്നും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ഉപയോഗിച്ച് ക്യാഷ് ഇൻ ചെയ്തുകൊണ്ടായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രതികാരം റസൽമേനിയ 41 വരെ ഇതാ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു റസൽമേനിയ 41 വിജയിക്കാൻ വേണ്ടി പോകുന്നത് ഡ്രൂ മെക്കിൻഡർ തന്നെയായിരിക്കും. അദ്ദേഹം വിജയിച്ചതിന് ശേഷം വീണ്ടും മെയിൻ ഇവന്റ് പിക്ചറിലേക്ക് മെക്കിൻഡർ പോകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീടുള്ള മാച്ച് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ഫോർ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഇയോ സ്കൈ വേഴ്സസ് റിയ റിപ്ലൈ വേഴ്സസ് ബിയങ്ക ബെലയർ തമ്മിലുള്ള മാച്ചായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ബിയങ്ക ബെലയർ ആ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചിൽ വിജയിക്കാനുള്ള ചാൻസുകളാണ് ഏറ്റവും അധികമായിട്ട് ഞാൻ കാണുന്നത്. പിന്നീടുള്ളത് റാൻഡി ഓർട്ടൺ വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ളൊരു മാച്ചായിരുന്നു. പക്ഷേ കെവിൻ ഓവൻസിന് 2 വർഷക്കാലത്തേക്ക് WWE വരാൻ കഴിയില്ല, റൊസേലിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ നല്ലൊരു ഓപ്പോണന്റ് തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ നിക്കാൾഡിസ് ആയിരിക്കും എതിരാളിയായിട്ട് ഉണ്ടായിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന അലിസ്റ്റർ ബ്ലാക്കോ അല്ലെങ്കിൽ റൂസേവോ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും റാൻഡി ഓർട്ടണിൻ്റെ എതിരാളിയായിട്ടുണ്ടായിരിക്കുക? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2 മാച്ചുകളിൽ ഒരു മാച്ച്, ഒരു ദിവസത്തെ മെയിൻ ഇവന്റ് റോമൻ റെയിൻസ് വേഴ്സസ് CM Punk വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ച്. ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കും എന്നതിനുപരി ഈ ഒരു മാച്ചിൽ ആരുടെ കൂടെയായിരിക്കും പോൾ ഹേമൻ നിൽക്കുക? റോമൻ റെയിൻസിന്റെ കൂടെയോ, CM Punkന്റെ കൂടെയോ, സെത്ത് റോളിൻസിന്റെ കൂടെയോ, ആരുടെ കൂടെയായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മാച്ചിൽ റോമൻ റെയിൻസിനെയും CM Punkനെയും ചതിച്ചുകൊണ്ട് സെത്ത് റോളിൻസിന്റെ കൂടെ പോൾ ഹേമൻ പോവുകയും ഈ ഒരു മാച്ചിൽ സെത്ത് റോളിൻസ് വിജയിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ സെത്ത് റോളിൻസ് വിജയിക്കുമെന്നുള്ളത്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റ്, യെസ്, ജോൺ സീന വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മാച്ച്. ഈ ഒരു മാച്ച് നമ്മളെല്ലാവരും കാത്തിരിക്കാൻ ഒരേ ഒരു കാരണം മാത്രം, ജോൺ സീന 17 തവണ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ റെസ്ലിംഗ് ഫാൻസും കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ആ ഒരു മാച്ചിൽ വിജയം ജോൺ സീനക്ക് തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. WWE ഫാൻസിന് വേണ്ട കാര്യം കൊടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. റോമൻ റെയിൻസിൻ്റെ അത്രയും കാലമുണ്ടായിരുന്ന സ്ട്രീക്ക് തോൽപ്പിച്ച കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ ജോൺ സീനയേക്കാൾ നല്ല എതിരാളി വേറെയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല കിഡിലൻ മാച്ചായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേരുടെ ഇൻ്റർഫിയറൻസുകൾ ഞാൻ വിചാരിക്കുന്നുണ്ട്. മിക്കവാറും റോക്കോ, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ ഒരു മാച്ചിൽ ഇൻ്റർഫിയർ ചെയ്യുകയും ഏറ്റവും അവസാനം ജോൺസിനെ വിജയിച്ചുകൊണ്ട് 17 തവണ ചാമ്പ്യനായിട്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പും കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും റസൽമേനിയ 41 അവസാനിക്കുക എന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാച്ചുകളിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ റസൽമേനിയ 41 കിടിലൻ മൊമെൻറ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.